അപ്പം ഈ വക കാര്യങ്ങൾക്കൊക്കെ സുന്നത്തായ കുളി എപ്പോഴാണ് നമുക്ക് ആ സുന്നത്ത് ലഭിക്കുക? അത് നമ്മൾ ആ ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ കുളിക്കുന്നത് ആ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ നിയ്യത്ത് വെക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ജുമുഅക്ക് വേണ്ടി നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഇത് നവൈത്തുൽ ഗുസ്ല ലിൽ ജുമുഅത്തി, ജുമുഅക്ക് വേണ്ടി കുളിക്കാൻ ഞാൻ കരുതി എന്നുള്ള ആ ഒരു നിയ്യത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ സുന്നത്ത് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഭ്രാന്തായ ഒരാൾ ഭ്രാന്ത് സുഖപ്പെട്ടുകൊണ്ട് കുളിക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഭ്രാന്തായ അവസ്ഥയിൽ അയാൾക്ക് ഒരു പക്ഷേ ജനാപത്തോ മറ്റോ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മളെപ്പോഴും കണക്കിലെടുക്കണം. അതുകൊണ്ട് തന്നെ അവിടെ അയാൾ ജനാപത്തിനെ ഉയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നാണ് കുളിക്കേണ്ടത്. കുളി സുന്നത്താണെങ്കിലും അവിടെ നിയ്യത്ത് ഇങ്ങനെ വെക്കണം. ഇനിയിപ്പോൾ ഒരാൾക്ക് കുളിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യലാണ്, സാധാരണഗതിയിൽ എന്താണോ കുളിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തയമ്മം ചെയ്യലാണെങ്കിൽ അദ്ദേഹം തയമ്മം